മക്കളെ എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ, 6 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒപ്പം പിടിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ കവിത ഓർമ്മയുണ്ടല്ലോ അല്ലെ, പകലുകൾ രാത്രികൾ എന്ന അയ്യപ്പ പണിക്കരുടെ കാവ്യ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ടീച്ചറെ കവിതയുടെ ആശയം മുഴുവൻ മക്കൾക്ക് പറഞ്ഞു തന്നാണ്, വരികൾക്കിടയിലൂടെ അത് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം അല്ലെ, അയ്യപ്പ പണിക്കരാണ് എഴുതിയത്, അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹൃദയത്തെ ആത്മസുഹൃത്തായാണ് കവി സങ്കല്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഹൃദയത്തെ ആത്മസുഹൃത്തായാണ് കവി സങ്കല്പിക്കുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ കവിതയില് കവി അല്ലെ തന്റെ എന്താ പറയാ അല്ലെ എന്താണ് കവി അവതരിപ്പിക്കുന്നത്? കവിതയുടെ വിഷയം എന്താണ്? അതായത് ഒരു ഹൃദയവും അല്ലെ അതിന്റെ ഉടമസ്ഥനും തമ്മിലുള്ള സംഭാഷണമാണ് അല്ലെ, ഒരു വ്യക്തിയും അയാളുടെ ഹൃദയവും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് ഹൃദയം. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചില്ലേ, ഹൃദയം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അല്ലെ ജീവിതം ഉണ്ടോ, ലൈഫ് ഉണ്ടോ? ഇല്ല. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൃദയം ആ ഉടമയുടെ ചില കാര്യങ്ങൾ അല്ലെ അശ്രദ്ധക്കുറവ് മൂലം എന്ത് ചെയ്തിരിക്കണോ, പ്രായാധിക്യം കൊണ്ടും അശ്രദ്ധക്കുറവൊക്കെ കൊണ്ട് അതിന് തകരാറ് വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അത് പല സൂചനകളിലൂടെ എന്ത് ചെയ്യാണ്, പല സിംറ്റംസ് ഇങ്ങനെ നൽകുകയാണ് ആർക്ക്? ഇതിന്റെ മുതലാളിക്ക് അല്ലെ. അപ്പൊ ഒരു സുഹൃത്തിനെ പോലെ എന്ത് ചെയ്യാണ്, ആ ഹൃദയം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതാണ് നമ്മളുടെ കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹൃദയത്തെ ആത്മസുഹൃത്തായാണ് കവി സങ്കല്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളതെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കവി ഹൃദയത്തോട് തന്റെ ആത്മസുഹൃത്തിനോട് എന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത് അല്ലെ, സംവദിക്കുന്നത്. ഈ അടുത്ത കാലത്തായി ഹൃദയത്തിന് പഴയതുപോലെ പ്രസരിപ്പില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കവി അല്ലെങ്കിൽ ഉടമ അല്ലെ ഹൃദയത്തോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി, ഇനി വല്ലാണ്ടൊന്നും ഇടിക്കുന്നില്ലല്ലോ ഇപ്പോ അല്ലെ, മിടിക്കുന്നില്ലല്ലോ, എന്തു പറ്റി, വയ്യ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലെ. അപ്പോൾ അത് കേട്ടാണ് തൻ്റെ സുഹൃത്തായ അല്ലെ ശരീരത്തിന്റെ ഉടമയോട് മടിച്ചാണെങ്കിലും എന്ത് ചെയ്യാണ്, ആ ഹൃദയം മറുപടി പറയുകയാണ് അല്ലെ. അതായത് ഉടമയുടെ സുഖത്തിലും ദുഃഖത്തിലും ഇന്നോളം എല്ലാറ്റിലും എന്താണ് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഹൃദയം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അല്ലെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തിയിരുന്നു അല്ലെ. അപ്പൊ ആരോഗ്യത്തോടെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്, അത് വീണ്ടും അതേപോലെ അതിനെ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അതിന് അസുഖങ്ങൾ പിടിപെട്ട് അല്ലെ. അപ്പൊ തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഇനിയും ഇടിക്കാം, പക്ഷെ വഴിയിൽ എപ്പോഴാന്ന് അറിയില്ല, ഞാൻ വീണ് പോയേക്കാം എന്ന് മുൻകൂട്ടി എന്ത് ചെയ്യാണ്, മുന്നറിയിപ്പ് നൽകുകയാണ് ആര്? ഹൃദയം അല്ലെ. അപ്പൊ ഒരു സുഹൃത്തിന്റെ ഉപദേശം എന്നവണ്ണം അല്ലെ, ഒരു ആത്മാർത്ഥമായ സുഹൃത്താണ് എന്ത് ചെയ്യുക, അപകടങ്ങളിൽ നമുക്ക് കൂട്ടുണ്ടാവുക, കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നമ്മളെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ കവി എന്ത് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത്. അപ്പൊ തനിക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള ഉപകാരങ്ങളിൽ ഏറ്റവും വലുത് ഈ മുന്നറിയിപ്പാണെന്ന് അല്ലെ ഹൃദയത്തിനോട് ആര് നന്ദി പറയാണ്? കവി അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഉടമ നന്ദി പറയുന്നതായിട്ടാണ് അല്ലെ, ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്തായിട്ട് ഹൃദയത്തെ കാണുന്നതായിട്ടാണ് കവിതയുടെ അവസാനവും നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കാലമായി ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു സുഹൃത്ത് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ആത്മാർത്ഥമായി ഇതുപോലെ സംസാരിക്കുകയുള്ളൂ എന്നാര് തിരിച്ചറിയാണ്? ഹൃദയത്തിന്റെ ഉടമ തിരിച്ചറിയുന്നിടത്താണ് കവിത അവസാനിക്കുകയും ചെയ്യുന്നത് അല്ലെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. അപ്പോൾ ഈ ചോദ്യവും എന്താണ്, ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അതിപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. കവിതയുടെ ആശയം മുഴുവനും ആ ചോദ്യത്തിലുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, അടിപൊളിയായി ചിരിക്കുക. അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അടിപൊളിയായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമുക്ക് എല്ലാ വിഷയങ്ങളും അല്ലെ നല്ല മാർക്ക് വാങ്ങി പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.